ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഒരു സിനിമയിൽ ഡയലോഗ് ഉണ്ട്, വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷേ കഴിക്കുന്നവന്റെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. ഉസ്താദ് ഹോട്ടൽ ശരിയല്ലേ? സത്യം പറഞ്ഞാൽ ശരിയാണ്. നമുക്കിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് വയറ് വീർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് നല്ല ഭക്ഷണം തന്നെ ഒരു ആളുണ്ടെങ്കിൽ, ഒരു അമ്മയുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരൻ. നമ്മൾ ചില വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മറക്കൂലാവുന്നുണ്ട് അല്ലേ? ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അല്ല, എപ്പോഴും നമ്മൾ ആ ഒരു നമ്മൾ മറക്കൂല. നമ്മുടെ മനസ്സിലെ കൈപുണ്യമാണ്, മനസ്സ് നിറയണം. അത് നല്ല കൈപുണ്യമാണ് അല്ലേ? ശരിയാ. പക്ഷെ അതിലൊരു മാജിക് വേണം. ആ മാജിക് നമ്മുടെ ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 ഉണ്ടാവട്ടെ. അത് കണ്ടിട്ട് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് നിറയട്ടെ, മനസ്സ് നിറഞ്ഞിങ്ങനെ തുളുമ്പട്ടെ അല്ലേ? നമുക്ക് ആരംഭിക്കാം. രുചിപ്പെരുമയിൽ ചാലിച്ച പാചക പ്രേമികൾക്കായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ്. The real cooking entertainment show Celebrity Kitchen Magic Season 3. എങ്ങനെയുണ്ട്? അടിപൊളി. ദീപൻ, അടിപൊളി. കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നല്ല ഇഷ്ടം. ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് അമ്മയെ മിസ് ചെയ്യുന്ന സമയത്താണ്. അമ്മ ഇപ്പം കൂടെ ഇല്ലല്ലോ. അപ്പം അമ്മയെ മിസ് ചെയ്യുന്നതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ അടുക്കളയിൽ കയറിയതും കുക്കിംഗ് പഠിച്ചത്. പക്ഷേ അത് പഠിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കിച്ചൺ മാജിക് സീസൺ 3 വരുമ്പോൾ കുക്കിങ്ങിനകത്ത് നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും അത്. അതുപോലെ അതിനകത്ത് കുറേ ടിപ്സ് ഉണ്ട്. പിന്നെ അതൊരു കോമ്പറ്റീഷൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നാളെ നമ്മുടെ അടുക്കളയിൽ കയറുമ്പം അത് ഡബിൾ മടങ്ങായിട്ടൊരു സംഭവം ഉണ്ടാവും. അത് തന്നെയാണ് ഇതിനൊക്കെ. നല്ല എക്സ്പീരിയൻസ്. പണ്ട് തന്നെ കുക്കിംഗ് ഒത്തിരി ഇഷ്ടമാണ്. അതൊരു കോമ്പറ്റീഷനും പിന്നെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരും. ഇപ്പോൾ പണ്ട് ആദ്യം ഞാൻ അഭിനയിച്ച സീരിയലുകൾ 3 സീരിയലിൽ ഒരെണ്ണം ആലിപ്പഴമായിരുന്നു. നമ്മൾ അപ്പൊ ഒരു ഒത്തുകൂടലാണ്. അപ്പോൾ അന്ന് കണ്ട എന്നെ ആർക്കും ഓർമ്മയില്ല. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഓർമ്മയും ഉണ്ടാവില്ല. അപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഈ വൈറലാകുന്നതിന്റെ കൂട്ടത്തിൽ പഴയ ഒരു ഫോട്ടോയും കൂടെ വൈറലായി. അപ്പൊ 2-3 മെസ്സേജൊക്കെ വന്നു, നിങ്ങളായിരുന്നു. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. ബീന ചേച്ചിയൊക്കെ പിന്നെ ഞാനൊക്കെ ഇൻഡസ്ട്രി വന്ന സമയം തൊട്ട് അന്നോട്ട് കൂടെ വർക്ക് ചെയ്തും അല്ലാതെയൊക്കെ ഉള്ളൊരടുപ്പവും. ദീപനായാലും ദിവ്യ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കൃഷേട്ടൻ്റെ കൂടെ പണ്ട് ഞാൻ 2 സീരിയൽ ചെയ്തു. ആലിപ്പഴവും ചെയ്തു നമ്മൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അക്കരപ്പച്ച അല്ലേ, അന്നേ എനിക്കറിയാം. നാദിറെ അറിയാം. നമ്മളിടയ്ക്ക് ഫോണിലും ഒക്കെ മെസ്സേജും. പക്ഷെ വിഷ്ണുവിനെ ഇപ്പോഴാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് അനിയൻകുട്ടൻ. നവീൻ പിന്നെ നമുക്ക് എപ്പോഴും ഒരു മസിലൊക്കെ പിടിച്ചിട്ട് അതാണ്. പക്ഷെ അതിന്റെ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റും സന്തോഷമുണ്ട് ഇവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അനീഷ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാമല്ലോ, നിനക്കൊക്കെ അറിയാം, ഞാൻ 34 വർഷവും കൊണ്ടായി ഞാൻ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഞാൻ അപ്പോൾ ചെറുപ്രായം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി മരിക്കുന്നത് വരെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഒരു സാധനം കുക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഇന്ന് അമ്മച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ചോറ് വയ്ക്കണം എങ്ങനെയെന്ന് പോലും സത്യമായിട്ടും അറിയില്ലായിരുന്നു. പക്ഷെ അമ്മച്ചി മരിച്ചപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിക്കുന്നില്ല അമ്മച്ചി ഇല്ലാത്തൊരു കാലം എനിക്കുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ലേ. പിന്നെ അവിടെ ആണെങ്കിൽ അമ്മായിയമ്മയുണ്ട്, അവർ നല്ല കുക്ക്, സെർവൻ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ. ഞാൻ അമ്മച്ചി മരിച്ചപ്പോൾ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡും മോനും ഉണ്ട്, ഞാനിനി ഇവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, എനിക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ എനിക്ക് സത്യത്തിൽ എനിക്കറിയാൻ പാടില്ല, ഇന്നും എൻ്റെ അമ്മച്ചി വയ്ക്കുന്ന അതേ ടേസ്റ്റിൽ അതേപോലെ. ഇപ്പം എൻ്റെ മൂത്ത സിസ്റ്ററുടെ വീട്ടിൽ ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോയാലും അവളൊന്നും അടുക്കളയിൽ കയറൂല. ഞാൻ നേരെ കിച്ചണിൽ പോയി, ഞാനാണ് കുക്കിംഗ് മൊത്തം. ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. പാചകം എന്ന് പറയുന്ന ഒരു കലയാണ്.
തീർച്ചയായിട്ടും ചേച്ചി നല്ലൊരു കലാകാരിയാണ് ഒരു അതല്ല, കലാകാരിയായതുകൊണ്ട് പക്ഷെ പെട്ടെന്ന് എന്റെ അമ്മച്ചിയുടെ ആ അമ്മയുടെ ഒരു കൈപ്പുണ്യം നിൽപ്പ് എനിക്ക് കിട്ടിയതായിരിക്കാം. പകർന്നെടുത്തതാവാം. അപ്പൊ ഭയങ്കര ആസ്വദിച്ചാണ് ഞാൻ എന്റെ മോനും എന്റെ നേരത്തെ നീ പറഞ്ഞില്ലേ, പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു എന്റെ മോനും അവരൊക്കെ ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ എന്നോട് ശങ്കരോട് ഇന്ന് കാണിക്കും അമ്മേ പുളി എന്ന് പറയുന്നത്. അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഭയങ്കര ആസ്വദിച്ചല്ലേ ചെയ്യണത്. ഞാൻ മനുവിനെ നോക്കി കഴിച്ചോണ്ടിരിക്കുമ്പോ കേൾക്കുന്നുണ്ടല്ലോ അത്. ചേച്ചി വലിയ സന്തോഷം. ചേച്ചി ഇങ്ങനെ മനസ്സ് തട്ടിയുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആ കൈപ്പുണ്യം നമുക്കും കുറെ കഴിക്കാൻ പറ്റട്ടെ. അങ്ങനെ ഒരുപാട് ഓർമ്മകളും സ്നേഹവും സന്തോഷവും ഇഷ്ടവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ Start ചെയ്യാണ്, തുടരുകയാണ്. അതെ. ശരിയല്ലേ? മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. രാമചന്ദ്രൻ. ഇന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് എന്ന് പറയും. അല്ലേ, ഞങ്ങളുടെ കട്ട്ലറ്റ് ബീഫ് കുച്ചു കുച്ചു ഹോത്തായ. അങ്ങനെ പറയാം, അത് വേറെ പേരിൽ പറയുന്നതാണ്. അതെ. പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. അത് നിങ്ങൾ കണ്ടോളൂ എന്താണെന്നുള്ളത്. ആദ്യം നമ്മളിപ്പോൾ ഒലീവ് ഓയിൽ ഒഴിച്ച് യെസ്, അതിലേക്ക് നമ്മൾ ചോപ്ഡ് നല്ല ഫൈൻലി ചോപ്ഡ് അതെ നല്ല ചോപ്പ് അടിച്ച സവാളയാണ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നമുക്കൊരു 3, 4, 5, 6 കട്ട്ലറ്റ് ഞങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ലേ. ഓക്കെ, കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അധികം കഴിക്കാൻ പാടില്ല. കാര്യം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സുഖം ഉണ്ടാവില്ല. എന്തുവാണെങ്കിൽ അമൃതമാണെങ്കിലും നമ്മൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. വിഷമം എന്ന് പറഞ്ഞ പോലെ കട്ട്ലറ്റ് എപ്പോഴും വളരെ കുറച്ച് കഴിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. അത് കാരണം ബീഫിൽ കുറച്ച് ഞങ്ങൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ ബീഫിൻ്റെ ആ ഇത് വേവിച്ചപ്പോൾ ഒരു പൊടിക്ക് ബീഫ് ഇതൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കണം. അപ്പം നമ്മൾ ഇതിലൊരു പൊടിക്ക് ഇതിട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി ഉണ്ട്. ദെൻ പച്ചമുളക് ഉണ്ട്. അപ്പം പച്ചമുളകും ഇഞ്ചിയും നമ്മളതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഫ്ലെയിമിലിരുന്ന് നല്ലോണം ഒരു ബ്രൗൺ കളറാവും. ഒരു ബ്രൗൺ കളറാവും. ഇതാവണ വരെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചേച്ചിയെടുത്ത് ചേച്ചിക്ക് ബീഫാണോ ചിക്കനാണോ കൂടുതൽ ഇഷ്ടം? അതായത് കട്ട്ലറ്റ് ബീഫ് കട്ട്ലറ്റാണ്. ബീഫ് കട്ട്ലറ്റ് അല്ലേ? എനിക്കും ഏറ്റവും ഇഷ്ടം ബീഫ് കട്ട്ലറ്റ്. പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കഴിക്കുന്ന സാധനമാണ്. ഏറ്റവും ഞങ്ങൾ പ്രത്യേകിച്ച് നസ്രാണികളാവുമ്പോ ബീഫ് അയ്യോ എല്ലാ ഞായറാഴ്ചയും ബീഫിന് വേണ്ടി കാത്തിരിക്കും. കാര്യം ഞായറാഴ്ച ഒരു ദിവസമാണ് ബീഫ് മേടിക്കുന്നത്. അല്ല, ബീഫ് മേടിച്ചില്ലെങ്കിൽ അന്ന് ഞായറാഴ്ച ആയിട്ട് തോന്നുകയും കൂടി ഇല്ല. അയ്യോ സത്യം. ഇതിലേക്ക് കുറച്ച് ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് എൻ്റെ ശരിക്കും. വേറെ പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ. മുളക് പൊടിയും മഞ്ഞപ്പൊടി ഒന്നും നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും പൊടികൾ കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല നമ്മുടെ മിനോൾട്ട പാത്രത്തിൽ കിടന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് പാത്രം കേട്ടോ മിനോൾട്ട. അത് പറയാതിരിക്കാൻ വയ്യ. അതെ, ഈ മിനോൾട്ട പാത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്തൊക്കെ മിനോൾട്ട. അതിന് ഞങ്ങളുടെ കളറും നല്ല ഗ്രീൻ മിനോൾട്ട. അതിലാണ് ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ റെഡി. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ വേറെ നമ്മൾ സ്പൈസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ചിട്ടു കേട്ടോ. ബീഫല്ലേ, അപ്പോൾ കാരണം അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അത് കുറച്ചിട്ടു. അതുപോലെ തന്നെ ഒരു ഇത്തിരി ഒരു മസാല കേട്ടോ. യെസ്, നമുക്ക് നല്ലൊരു ഇളക്കി കൊടുത്തോടാം. മസാല ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കുരുമുളകും ഇതും ഇതെല്ലാം കൂടെ ഒന്ന് നല്ല വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനം എന്ത്, നമ്മുടെ ബീഫ് കൂട്ടണേ. അത് ലാസ്റ്റ് അല്ലേ? അത് ലാസ്റ്റ്. ബ്ലാക്ക് പെപ്പർ ആയതുകൊണ്ട് കേട്ടോ നല്ലൊരു ബ്ലാക്കിഷ് കളറ്. വൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് ഇടുകയാണ്. ബ്രിട്ടീഷ് ബീഫ് ഇടുന്നു. ബ്രിട്ടീഷ് ബീഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ള ബീഫ്. അത് ഇവന്റെ സ്പെഷ്യൽ ആണ്. അതെ, പിടിച്ചോ മോനെ. അപ്പൊ ഇനി ഇത് നമ്മള് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിന്റെ അകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. നമുക്ക് ഇത്തിരി കൂടി ഒലിവ് ഓയിലിന്റെ കുറവുണ്ട്. ഒലിവ് ഓയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഒലിവ് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു സുഖം വേറെ ഞങ്ങൾ അതിന്റെ ആൾക്കാരാ ഒലിവ് ഓയിലിന്റെ.
ഇനി കുറച്ച് പണിയുണ്ട്. ഇത്തിരി നേരം കിടന്ന് ഫ്രൈയോട് അവിടെ ഫ്രൈ കിടന്ന് ഇങ്ങനെ dance ഫ്രൈയോട് ഫ്രൈ കളിച്ചോണ്ടിരിക്കുക. കളിക്കും. അതെ, അതെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. രാമചന്ദ്രൻ. പക്ഷെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഉപ്പ് എന്തെടാ? എങ്ങനെയുണ്ട്? ഹോണൊക്കെ അടിച്ചിട്ട് വണ്ടി വരുന്നില്ല. അതുപോലെ സംഭവം എങ്ങനെയുണ്ട്? ഇവിടെ എനിക്കും കൊതി വന്നിട്ടിരിക്കണേ. കൊതിച്ച് കൊതിച്ച് കഴിച്ച് തീർക്കരുത്. ഒരിക്കലും നിങ്ങൾ വന്നപ്പോ കറക്റ്റ് ഞങ്ങൾ ഇതിന്റെ മെയിൻ സാധനം ഇടുന്ന ടൈമാണ്. ഇത് അങ്ങോട്ട് നമ്മൾ തട്ടും അങ്ങോട്ട്. ഇത് ഞങ്ങള് ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് എന്ന് പറയും. യാ. ബീഫ് കട്ട്ലറ്റ് ആണ്. ഒരു ഒരു നീ അലങ്കാരത്തിന് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ കുറച്ച് മാറി പറയണം. ഇത് കഴിക്കുന്ന ടേസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഷെഫിന്റെ ടേസ്റ്റ് ആണ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്നത്. അതിന്റെ സാധനം അതത് കണ്ടോ കണ്ടോ കണ്ടോ? എന്താ? ഡേറ്റ്സിന്റെ കുരു ഈന്തപ്പഴത്തിന്റെ അപ്പുറത്ത് അടിച്ചു പറ്റിയ സാധനം. യമുന ചേച്ചി നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ഡിഷ്, അവരുടെ എന്തോ സ്പെഷ്യൽ ഒരു ഡിഷ് അതിന്റെ ഇടയിൽ കാണാനില്ല പറഞ്ഞിട്ട് അവിടെ കരഞ്ഞോണ്ട് അവരുടെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നവീൻ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ് അവരുടെ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ingredients അടിച്ചു പറ്റുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തതല്ല. ഡേറ്റ്സ് കണ്ടപ്പോ ആരും അടുത്തുകൂടി പോയാലും ജസ്റ്റ് ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കൂല. അങ്ങനെ ഒരു 5-8 എടുത്തു, അത്രേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോന്നും എടുക്കാടാ. എടുത്താലേ അവർക്ക് പാചകം ചെയ്യണ്ടേ. ഞാൻ അറിഞ്ഞില്ല ചേട്ടാ, അല്ല അറിഞ്ഞോളും. യമുന ചേച്ചി അറിയിച്ചപ്പോ അയ്യോ അവള് വരും ഇങ്ങോട്ട്. അല്ല 5-8 നോക്കിയല്ലോ, ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായോ? അറിഞ്ഞാ മതി. ചേച്ചി, ഇനി പറയൂ. ഞങ്ങളുടെ ബീഫ് കട്ട്ലേറ്റ് അങ്ങനെ ദാ ഏകദേശം ഒരു ഏകദേശം ഒരു കഴിയാറായോ? കഴിയാറായില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കണമല്ലോ. ഇതിന്റെ ആ ഒരു നിങ്ങൾക്ക് സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? അതാ അത് ചോദിച്ചത്. വന്നപ്പോഴേ ഞാൻ ഇട്ടല്ലോ സ്മെൽ ഇട്ട് കഴിഞ്ഞു. എടാ, മതിയെടാ മതിയെടാ. അതാണ് ആ ഒരു സുഖമില്ലാണ്. ആ ഒരു feel ഞങ്ങൾക്ക് ഞാൻ അത്ര ആസ്വദിക്കുക. ഇത് ആസ്വാദനമായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. അതെ സത്യം. വേറെന്തോ ഒരു ഫീലിംഗ് തോന്നിപ്പോ. ചേച്ചി ഞാൻ ആസ്വദിച്ച് മനസ്സിലായി ആസ്വാദത്തിന് ഇങ്ങോട്ട് മനസ്സിലായി. ഞാൻ ഗംഭീരാവട്ടെ ചേച്ചി. ഓക്കെ. നവീൻ ഓ, വിളിച്ചേക്ക്. സംഭവം സെറ്റാ. ഞാൻ ഒരു കാര്യം പറയാം. നന്നായിട്ട് ഗാനം ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയിലുണ്ടോ? കയ്യിൽ നിന്ന് പോകരുത്. തീർച്ചയായിട്ടും. നിങ്ങളുടെ വിഭവം നല്ലതാണ്. പക്ഷെ ചെയ്ത് കളർഫുൾ ആയിട്ട് വരുമ്പോൾ കൊണ്ടുവരണം അവിടെ. ഉറപ്പായിട്ടും അതാ മാരിനേറ്റ് അലങ്കാര വസ്തുക്കളും കാര്യങ്ങളൊക്കെ ചെയ്ത് നവീനെ ഏൽപ്പിച്ചേക്കണം. പറ്റിയാലും ഒരു ബീഫിനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിന്റെ ഒരു ഡെമോ. എടാ നന്നായിടാ. അതാ പിന്നെ നിങ്ങളൊന്ന് just ഒന്ന് കറങ്ങിട്ടൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒന്നും ചെയ്യില്ല ചേച്ചി. ഇല്ല ഒന്നും ചെയ്യില്ല. ഇല്ലടാ. നോ. ബീഫ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇത് ഏകദേശം പരുവായിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനി പിടിക്കാൻ കട്ട്ലറ്റ് പിടിക്കാനുള്ള ബീഫ് പരിപാടി ഏകദേശം വെന്ത് നമ്മള് ബീഫ് ഉരുളക്കിഴങ്ങ് ബാക്കി മസാലാസ് എല്ലാം ഓയിൽ എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. കട്ട്ലറ്റിന് തൊട്ട് മുമ്പ് ഒന്ന് ഉള്ള സെറ്റ് ആയിട്ടുണ്ട്. അതെ. ഞാൻ പതുക്കെ ഇത് ഇനി മൊരിയലൊക്കെ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ടില്ലേ മൊരിയൽ അല്ലേ? അത്യാവശ്യം എല്ലാ ചേരുവകളും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാം നാച്ചുറലാണ് കേട്ടോ. ടേസ്റ്റ് മേക്കേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. അതെ. നമ്മളൊരു നാച്ചുറൽ ആയിട്ടുള്ള അതെ വേറെ ഒരു സാധനമില്ല. ബീഫ് പോലും നാച്ചുറൽ. ഓക്കെ. അപ്പൊ നമുക്കിത് മാറ്റാം. അതായത് മാറ്റാം. തട്ടല്ലേ? ഓക്കെ, അടിപൊളി. കട്ട്ലറ്റിന്റെ ഷേപ്പ്, കട്ട്ലറ്റ് എപ്പോഴും കട്ട്ലറ്റിന്റെ ഷേപ്പിലാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് ഷേപ്പ് ഒന്ന് സെറ്റാക്കി എടുക്കണം. കോൺഫ്ലോർ ഒഴിച്ചു. ഓക്കെ, കോൺഫ്ലവറിലേക്ക് നമ്മൾ 2 മുട്ട, 2 ഫുൾ മുട്ട കോൺഫ്ലവറിലേക്ക് ഇടുകയാണ്. ഇതിൽ മുക്കി നമ്മൾ അത് ഡിപ്പ് ചെയ്താൽ വറക്കുക. ഓക്കെ. അതെ. ഹാർട്ട് ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി വെക്കണേ. കുറച്ച് ഹാർട്ട് ഷേപ്പിൽ കേട്ടോടാ. ചേച്ചി നമ്മുടെ ഒരു 2 സംഭവം കൂടി ആഡ് എന്താണ്? ചെയ്യാനുണ്ട്. ഒന്ന് കുക്കുംബർ, ഒന്ന് നമ്മുടെ എടുത്തു കേട്ടോടാ. ചേച്ചി ചെറിയ ഹാർട്ട് ഷേപ്പിലാക്കാം അല്ലേ? ഏറ്റവും നമുക്ക് നല്ലതാണ്. മിക്ക സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹാർട്ട് ഹാർട്ട് ഷേപ്പിലാണ് കട്ട്ലറ്റിന്റെ ഒരു പൂക്ക്. ഹലോ, ഷൂട്ട് ചെയ്യണേ. പോടാ അവിടുന്ന് കട്ട്ലറ്റ്. ഒരുത്തവിടെ കട്ട്ലറ്റ് ആയെന്നോ ചോദിച്ചു. അത് തന്നെ നമ്മുടെ ഏരിയയിലേക്ക് ഇടിച്ചു കയറി വരുന്ന എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ. നമ്മളൊക്കെ എവിടെയെങ്കിലും പോകണ്ടോ? നമ്മൾ അങ്ങോട്ട് വല്ലതും പോയാ? ഇല്ലല്ലോ. അത് തന്നെ.
നമ്മുടെ കലാശക്കൊട്ടിലേക്ക് കിടക്കുകയാണ് നമ്മൾ. യെസ്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നല്ല വെട്ടി തിളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഡിപ്പ് ചെയ്യാം. കട്ട്ലറ്റ് നമ്മൾ ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് നമ്മൾ ഡിപ്പ് ചെയ്യാൻ പോകുന്നു. യെസ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കട്ട്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വെട്ടി തിളച്ച് വരും. അതെ, ആദ്യം നമ്മൾ ബീഫ് പുഴുങ്ങി ദെൻ നമ്മളതിനെ മിൻസ് ചെയ്തതിന് ശേഷം മിൻസ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ പിന്നെ ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഇനി കോട്ട് ചെയ്ത് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പുറത്തുള്ളൊരു ഇത് മാത്രമേ ഇനി ഇതിൻ്റെ ആവശ്യമുള്ളൂ. സംഭവം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വലിയൊരു ഇത് പറഞ്ഞ് ഞങ്ങൾ ഗാർണിഷ് ചെയ്തില്ല. ഇപ്പോൾ ഞങ്ങളുടെ ചെറിയ അറിവ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര അറിയുള്ളൂ. ഞങ്ങളെ കൊണ്ടുള്ള മാക്സിമം അറിവ് വെച്ചിട്ട് ചെയ്ത സംഭവങ്ങളാണ്. ബാക്കിയെല്ലാം ഇനി നമ്മുടെ മാസ്റ്റർ ജി വന്നിട്ട് പറയട്ടെ. താരങ്ങൾ തയ്യാറാക്കിയ വിഭവങ്ങൾ രുചിച്ചറിയാനായിട്ട് രുചിച്ചതിന്റെ ഫലം പറയാനായിട്ട് പ്രിയപ്പെട്ട ഷെഫ് നളനെ സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം. അടിപൊളി. ഹലോ, ഹാപ്പി അല്ലേ? അടിപൊളി, സൂപ്പർ ഹാപ്പി. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് നോക്കണ്ടേ അല്ലേ? വന്നപ്പോഴേ കണ്ണാടി വെച്ചിട്ട് ഹലോ അങ്ങനെ പറഞ്ഞു തോന്നിയ ശബ്ദവും വോയിസിനൊക്കെ സിമിലാരിറ്റി ഉള്ളത്. താങ്ക് യു. കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നു അല്ലേ? ഹലോ. അപ്പൊ ഇത് മനഃപൂർവ്വം നമ്മുടെ വിഭവങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം അല്ലേ? നമുക്ക് ഇന്ന് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് സ്നാക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ആർക്കും അത് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ് ആദ്യം? വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുണ്ടാക്കിയ പേര് മാത്രം കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുള്ളു. ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് അല്ല, ബ്രിട്ടീഷ് നിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധാരണ ഇത്തരം പേരുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ ആളുണ്ട് ഇവിടെ. അല്ല, ഇതിനകത്ത് ആക്ച്വലി നമ്മള് ഇവൻ പറഞ്ഞ പോലെ ഇത് ബ്രിട്ടീഷുകാരുടെ ഒന്നും അല്ല, ഇത് നമ്മുടെ ഞാനൊരു ഇപ്പൊ മാറി. അല്ല, സത്യമായിട്ടും അല്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാനൊരു ഗുമ്മിന് പേരിട്ടുന്നല്ല. ഇത് കുച്ചു കുച്ചു ഹോത്താഹെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞു വേണ്ട, ബ്രിട്ടീഷ് കട്ട്ലറ്റ് നിങ്ങള് പറഞ്ഞ വേണ്ടി പറഞ്ഞാണ്. വല്ല കാര്യമുണ്ട് പാവം. ശരിക്കും ഇത് ആരുടെ കട്ട്ലറ്റാ? ഇത് ശരിക്കും ബീനശേഷി ഉണ്ടാക്കിയ കട്ട്ലറ്റ്. അവനെ മിനിച്ചേച്ചിയല്ലേ പേരുണ്ട്. ഇത് എങ്ങനെ വന്ന വരവായിരുന്നു. ബ്രിട്ടീഷ് BBC. അവന്റെ ബ്രിട്ടീഷ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കഴിച്ചു നോക്കിയായിരുന്നോ? ആരാ ഇദ്ദേഹത്തിനെ കൊണ്ടാണോ കഴിപ്പിച്ചത്? അല്ല, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. അല്ല, ചേച്ചി അടുത്ത് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചാ. അല്ല, ബ്രിട്ടീഷ് എന്നുള്ള പേര് ഒഴിവാക്കി. ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കുന്നത് ഇവൻ ഞങ്ങൾ ഒന്നും വല്ലതും അറിയൂ. ഇത് ഞാൻ അനീഷിനും കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അനീഷ് ഒറ്റ കാര്യം പറയണം. ഇതിന് സോൾട്ട് ഉണ്ടോ എന്ന് പറയണം. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇല്ലല്ലോ, കുറവല്ലേ? ഒരു പോയിന്റ് കുറവല്ലേ? അതല്ല എൻ്റെ പ്രശ്നം. താങ്ക് യു. അപ്പം ബാക്കി ഒരു പോയിന്റ് കുറവാണ്. അത് ഇദ്ദേഹത്തിനോട് ഞാൻ കുറെ ചോദിച്ചു. അപ്പൊ ഇവൻ എന്താ പറഞ്ഞത്? ഞാൻ ചേച്ചിയെടുത്ത് ആദ്യമേ ചോദിച്ചു, ഇദ്ദേഹത്തിന് ചേച്ചിയെടുത്ത് എന്തെങ്കിലും പേര്. അല്ല, ഉപ്പ് ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞേ ചേച്ചി ഉപ്പ് നമുക്ക് അധികം വേണ്ട ചേച്ചി, കാരണം ഇത് കൂടുതലാണ്. ചെറിയൊരു പ്രോബ്ലം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ത് പ്രഷർ എന്ന് പറഞ്ഞാലും ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്ന സാധനം ഉപ്പില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. എന്തിന് രുചി എന്ന് പറയുന്ന സാധനം, അതാ ഞാൻ പറഞ്ഞു. ഞാൻ കുറെ പ്രാവശ്യം നോക്കി. അത് ചേച്ചിയെടുത്ത് വീണ്ടും അതാ ചോദിച്ചത്. ഞാൻ 10 പ്രാവശ്യം എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയടാ കുറവ് ഇല്ല ഇടല്ലേ ചേച്ചി എന്ന് വെച്ചാൽ വേറെ ലാഭം പറയണ ചിലപ്പോൾ കൂടുതൽ. ഒരു ലീഡർ ഉണ്ടാവണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ടു മെനി കുക്സ് സ്പിൽ ദ മിൽക്ക് എന്നാ പറയുന്നത്.
രണ്ടിനും കൂടെ ചായ ഇടാൻ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകും. ഒരാൾ എടുത്തു കൊടുക്കാനും ഒരാൾ ഇടാനും നിൽക്കണം. താങ്ക് യു. Sure. നവീൻ ചേട്ടൻ കാരണം പോട്ടെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. Powered by അമൃതവേണി KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇന്ന് നമ്മുടെ യമുന ചേച്ചിയും ഞാനും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന സ്നാക്കിൽ പീനട്ട് പ്ലസ് കാഷ്യൂനട്ട് കാഷ്നട്ട് വിട്ടിട്ട് പ്ലസ് നമ്മൾ ഡേറ്റ് ഡേറ്റ്സ് ഒരു അതായത് സ്നാക്കിൽ 2 ഐറ്റംസ് ആണ്. അതായത് ഒന്ന് സ്പൈസി വെജിറ്റബിൾ ഒരു കട്ട്ലേറ്റും രണ്ടാമത് സ്വീറ്റ് സ്വീറ്റ് ആയിട്ടുള്ള അല്ലേ അതും ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എന്താണ് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു സാധനവും ഇല്ല. അത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഡേറ്റ്സ്, പിന്നെ ഇത്തിരി ബ്രൗൺ ഷുഗർ, നമ്മുടെ പൊട്ടറ്റോ വെന്തു, പിന്നെ ഏലക്ക, കുറച്ച് തേങ്ങ, കുറച്ച് നെയ്യ്, ഇത്രയും വെരി നാച്ചുറൽ ആയിട്ടുള്ള പ്യുവർ ഇൻഗ്രീഡിയൻസ്. വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റൗ അറ്റ് എ ടൈം വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതിനകത്ത് സ്വീറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു, ഇത് വെജിറ്റബിൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കും. അത് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പോൾ വെജിറ്റബിൾ കട്ട്ലറ്റിന് വേണ്ടി നമ്മൾ പൊട്ടറ്റോ ഇപ്പോൾ പുഴുങ്ങി അല്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല ഈവനിങ് ഒരു സാധനം. ബെസ്റ്റ് സ്നാക്ക് ആണ്. ഇപ്പോൾ സ്പൈസി ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കാം. അതെ. അടുത്ത സ്പൈസി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ട്. അതെ, ഇതിൽ നമ്മൾ കുറച്ച് എള്ളൊക്കെ ചേർക്കണം. എള്ള് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഞങ്ങൾക്കൊരു കത്തി തരൂ പ്ലീസ്. നവീൻ കട്ടുണ്ടോ, കത്തി കെട്ടുണ്ടോ? നമ്മള് പാനില് കാഷ്യൂ അതുപോലെ കപ്പലണ്ടി നമ്മുടെ ബ്രൗൺ ഷുഗർ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തു. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പൊടിച്ചെടുക്കണം. നല്ല പൊടിക്കണ്ട, ക്രിസ്പായിട്ട്. ഒരു മീഡിയം, ഒരു 70%. വീട്ടിൽ ഈ ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ ആൽമണ്ടും അതുപോലെ ബ്രൗൺ ഷുഗർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കപ്പലണ്ടി ഒക്കെ അടിക്കുമ്പോഴും ഇത് പൊടിഞ്ഞ് വരുമ്പോൾ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. ഒന്ന് അടിക്കട്ടെ. ഹായ്, നമസ്കാരം. ഭയങ്കര എളിമ പോലെ. അല്ല എളിമയല്ല, സ്നേഹം. ശരിക്കും നമ്മൾ സ്നാക്ക് ഉണ്ടാക്കിയല്ലേ. ഇപ്പം, എന്താണ് ശരിക്കും സ്പൈസി ആണോ? ഞാൻ സ്പൈസി. സ്പൈസി. ഓക്കെ, അനീഷേട്ടനോ? Oh my God. അപ്പൊ അത് നിങ്ങളുടെയൊക്കെ മനസ്സ് പെട്ടെന്ന് നമ്മൾ കണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് ഇഷ്ടമുള്ള ഭക്ഷണമല്ലേ? സ്നാക്കിൽ ഇപ്പൊ നമ്മുടെ ഈ റൗണ്ട് സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അതെന്താന്ന് അനീഷേട്ടൻ പറഞ്ഞപ്പോ ഒരു സ്വീറ്റ്നസ്. അതെ, അല്ല അതുമല്ല, എന്റെ മനസ്സൊക്കെ നിറഞ്ഞു. കാരണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്നാക്ക് രണ്ടും ഉണ്ട്. ആരെയും വിഷപ്പെടുത്തില്ല. ഒന്ന് വെജിറ്റബിൾ സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് കട്ട്ലേറ്റ് ആണ്, കോംബോ. നമ്മൾ അതിന്റെ കൂടെ കാഷ്യൂവും അതുപോലെ കപ്പലണ്ടി ഒക്കെ ഇട്ടിട്ട് ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലഡു. ഓ സൂപ്പർ. അപ്പൊ അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഈ സ്വീറ്റ് ലഡുവും വെജ് കട്ട്ലറ്റും തമ്മിൽ ചേരുമെന്നോ. അതെ, ആ സ്പൈസി ആയിട്ടുള്ള കട്ട്ലറ്റ് കടിക്കുമ്പോഴായിരിക്കും ഈ സ്വീറ്റ് ലഡു വേണോന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അതാണ് മനസ്സിലായോ ആ ചേർച്ച. നമ്മൾ സദ്യയിൽ പായസവും കഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇഞ്ചി കറി കഴിക്കും അല്ലേ. അതാണ്. Okay, അപ്പൊ ഈ മലപ്പുറത്തൊക്കെ ഷെഫിനും കൂടി മനസ്സിലാവട്ടെ അല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇച്ചിരി കടുത്തു പോയില്ലേ? ചെറിയ ഡൗട്ട് ഉണ്ട്, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇച്ചിരി നെയ്യ് ചേർക്കുവേ. വെള്ളം തീയേ. ഇതിൽ തേങ്ങ ഇട്ടിട്ടില്ല, കുറച്ച് തേങ്ങ ഇടണം. നമ്മൾ കൈ കൊണ്ടേ ഇട്ട് പിടിച്ചാലേ ആ ഒരു ശരിക്കുള്ള അങ്ങോട്ട് ആ തേങ്ങയുടെയും ഏലക്കയും കപ്പലണ്ടിയും ഇതിൻ്റെ എല്ലാം കൂടെ ആ ഫ്ലേവർ അങ്ങോട്ട് കറക്റ്റ് കിട്ടുള്ളൂ. വെരി ഹെൽത്തി ലഡുവാണിത്. നിങ്ങൾക്ക് വീടുകളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അല്ല, നമുക്കും കഴിക്കാം. നല്ലതാണ്. എള്ളും കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഡേറ്റ്സൊക്കെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ അല്ലേ യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് വെജിറ്റബിൾ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ജിഞ്ചർ, ഗാർലിക്, മല്ലിയില,
രണ്ടാമത് പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഇതിനെയാണ് നമ്മൾ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്ത് നമ്മൾ എന്താ പറയുക ആ ഷേപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. കണ്ടോ പൊട്ടാറ്റോ നല്ല കറക്റ്റ് പാകത്തിന് ഇത് ബോയിൽ ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് നമുക്ക് എന്താ സ്മാഷ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട സാധനങ്ങൾ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സി. എനിക്ക് ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൊച്ചിലെ എൻ്റെ ഒരു കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കാരണം ഓണം ഒക്കെ ആകുമ്പോഴത്തേക്കേ, അതായത് ഓണം ടൈമൊക്കെ, ഓണത്തിന് തൊട്ട് മുന്നേ എനിക്ക് തോന്നുന്നൊരു ഓണത്തിനൊക്കെ ഒരു 2 ആഴ്ച മുന്നേ വീട്ടിലിങ്ങനെ അച്ചപ്പം, അരിയുണ്ട അതൊക്കെ ഉണ്ടാക്കും, ചിപ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഉണ്ടയൊക്കെ ഈ വറുത്തിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്? അത് രാത്രിയിലാണ് മമ്മി ചെയ്യുന്നത്. അപ്പോൾ ഈ ഉണ്ട പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കി വയ്ക്കും. എനിക്ക് തോന്നുന്നു അതങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ കുട്ടികളെ പേടിച്ചിട്ടാണ്. പകല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് കഴിക്കുമെന്ന് വെച്ചിട്ടാണ്. രാത്രി സിസ്റ്റം ആയിരിക്കും. തീർന്നടാ. അപ്പോൾ ഇത് നീ കഴിച്ചോ, നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കൊനിഷ്ഠ പറയുമ്പോൾ എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് തരും. അവനിഷ്ടപ്പെട്ടു, അത് മതി എനിക്ക്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ മകന് ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും പറയില്ലേ, വാത്സല്യവും സ്നേഹമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ തണുത്തതിന് ശേഷം അതിനകത്ത് ജിഞ്ചർ, ഗാർലിക്, മല്ലിയില, ഒരു ചെറിയ കറിവേപ്പില, പിന്നെ പച്ചമുളക്, അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇപ്പോൾ സെയിം നമ്മൾ വലിയ സവോള, ഒണിയനും കൂടെ നമ്മൾ എടുക്കുക. കുറച്ച് മൈദ, ചൂടുണ്ടോ? കുഴപ്പമില്ല. ഇനി കുറച്ച് കോൺഫ്ലവർ കൂടെ അതിലേക്ക് ഇടും. കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക്, കളറിന് ലേശം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ലേശം ഇട്ടിട്ടുള്ളൂ. കുറച്ച് മീറ്റ് മസാല, കുറച്ച് ഗരം മസാല. ഞാൻ എണ്ണയിലേക്ക് ഇടാൻ പോയിടും, നമ്മൾ ഇട്ടിട്ട് ഓടും ചിലപ്പോ. ഓക്കെ, സേഫ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാനും ദീപനും കൂടെ സ്വന്തമായി പരീക്ഷണാർത്ഥം. പക്ഷെ ഇതൊന്നും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ എല്ലാം. ഒരു സാധനം പോലും വേറെ ഇതായിട്ടില്ല. ഷേപ്പും ഭംഗിയില്ലെങ്കിലും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ആലോചിച്ച് എടുത്ത കുറെ റെസിപ്പീസ് ആണ് നമ്മളിവിടെ ചെയ്തത്. നമ്മളായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടും. ഞങ്ങൾ അടിപൊളിയായിട്ടൊരു വട ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ചീസി സ്പൈസി വട കഴിച്ച് ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. യമുന ആൻഡ് ദീപൻ, നവരത്ന ലഡ്ഡു ആൻഡ് വെജ് സ്പൈസി കട്ട്ലറ്റ്. അത് വടയാണ്. ഇവനെപ്പോഴും കട്ട്ലറ്റ് ആക്കിയതാ, വടയാണ്. ഇവനാണല്ലേ എപ്പോഴും നവരത്ന ലഡ്ഡു, ചീസി സ്പൈസി കട്ട്ലറ്റ്. ചീസി സ്പൈസി വട. ചീസി സ്പൈസി വട. എന്തായാലും ഈ ടേസ്റ്റിംഗ് കഴിയുമ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട, നമ്മള് പേര് മാറ്റി പറഞ്ഞു. ഒരു ടെൻഷനും ഇല്ല. ചേച്ചി പറഞ്ഞത് വട, പക്ഷെ ക്യാപ്സിക്കം ആണല്ലോ മലയാളി വടക്ക് കൂട്ടുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്പൈസി ഞാൻ പറയട്ടെ. അല്ല
ഒരു അവസരം കൊടുത്തേ അവന്. അതായത് ഇത് സ്പൈസി വടയാണ്. അപ്പൊ പച്ചമുളക് ചേർക്കുന്നതിന് പകരം ആ ഫുഡ് ആർട്ടിന് ഐ തിങ്ക്, കാരണം ക്യാപ്സിക്കൻ പല കളർ ഉണ്ടല്ലോ, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. സോ അപ്പൊ അത് ഫുഡ് ആർട്ടിന്റെ ഭാഗമായിട്ട് സ്പൈസി എന്ന് ഉദ്ദേശിച്ചപ്പോൾ ക്യാപ്സിക്കം ആ കളറിൽ. അപ്പൊ ഏത് നാട്ടിൽ നിന്ന് വന്ന വടയാണ്? ഏത് യമന ചേച്ചി നാട്ടിൽ നാട്ടിൽ നിന്ന്? ഇത് യമന ചേച്ചി കണ്ടുപിടിച്ച വടയാണ്. ഒരു കാര്യം അപ്സരോട് വന്നു. ഇല്ല കുഴപ്പമില്ല, ഇല്ല, വന്നില്ലേ? സപ്പോർട്ട് ചെയ്യണമല്ലോ അവരെ. അല്ല, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല എന്നാൽ നമ്മള് സപ്പോർട്ട് അല്ല ചെയ്ത് വേണ്ട, ഇവിടെ അവർക്ക് തമ്മിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അറിയാം. പാവ ടെൻഷൻ അടിച്ച് നിൽക്കുക. ആയിക്കോട്ടെ, ശരി. അപ്പൊ നമ്മള് വട ടേസ്റ്റ് ചെയ്യാം ആദ്യം, അല്ലേ? ശ്രദ്ധിച്ചു നോക്കാം. ഇപ്രാവശ്യം ഞാൻ അപ്സരയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. എനിക്ക് എന്താ കൊതി വേണ്ട, എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ടേസ്റ്റ് ചെയ്യണം. പറ. ചീസി ഇവിടെ ആയതുകൊണ്ട് ചീസിയുടെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് കിട്ടും. സ്പൈസി കിട്ടിയോ? ഭയങ്കരമായിട്ട് എരിയുന്നുണ്ടോ? നോ, ഇല്ല. അപ്പൊ സ്പൈസി നമുക്ക് കൊണ്ട് ഇറക്കുന്നില്ല അല്ലേ? അയ്യോ എനിക്കിനി കിട്ടാഞ്ഞിട്ടാണോന്ന് അല്ല, അറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നു അപ്സര കഴിച്ച പോർഷൻ സെൻട്രൽ പോർഷൻ ആണ്. ആ ചീസിന്റെ ഭാഗത്തോട് അപ്പൊ കിട്ടി. അപ്പൊ എരിവ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല, മിക്സ് ആണ്. പക്ഷെ സെൻട്രലാണ് ഞങ്ങൾ ആ ചീസ് ചീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെൻട്രലാണ് ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. ശരി, നമുക്ക് സൈഡിൽ നിന്ന് കൊടുക്കാം. അതിന് നേരത്തെ ഷെഫ് അങ്ങനെ സ്മെൽ ചെയ്ത് നോക്കി. അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് പെപ്പർ ഉണ്ട്, പെപ്പറാണ്. സ്പൈസി എന്ന് പറഞ്ഞാൽ ഇതല്ലേ സ്പൈസി? അങ്ങനെ വരണം, അത്ര വരണം. എന്നാലും സ്പൈസി എന്ന് വിളിക്കാൻ പാടില്ല. പക്ഷേ ഹോട്ട് ആൻഡ് സ്പൈസി സൂപ്പ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരും, ചൂടായിരിക്കും. സ്പൈസി നമ്മുടെ എക്സ്ട്രീം ലെവല് ആ സ്പൈസ് വന്നാലും മാത്രമേ അങ്ങനെ പറയാൻ സ്പൈസി അല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റില്ല. പെപ്പറാണ് ആഡ് ചെയ്തത്. പെപ്പറാണ് അതിന് വേണ്ടി. അതെ, ഒരു ജനറൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഈ പേര് മാത്രമാണ് ഇതിൻ്റെ ഒരു പേര് ദോഷം. അതല്ലാത്ത പക്ഷം വൺ ഓഫ് ദ നല്ല ഡിഷാണ്. പിന്നെ നവരത്നത്തിലേക്ക് കടക്കാം. ഇവർക്ക് കൊടുക്കാൻ കഴിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. ഒരു ഭാഗം കൊണ്ട് തളർന്നു നിൽക്കുകയാണ്, മറ്റേ ഭാഗം കൊണ്ട് അടിച്ചമർത്തരുത്. ഇതിനെ ഒന്ന് ബ്രീഫ് ചെയ്യാം, ഒന്ന് പറയൂ. നവരത്നം നവരത്ന ലഡുവാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണോ? അതെ, പക്ഷേ ഈ രണ്ടിന്റെയും പേര് നമ്മൾ അപ്പോഴും തീരുമാനിച്ചത് തന്നെയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിനകത്ത് നവരത്ന പറയാം 9 ഐറ്റംസ് ഇതിനകത്തുണ്ട്. എള്ള്, നെയ്യുണ്ട്, കാഷ്യൂ ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്, പിന്നെ കോക്കനട്ട് ഉണ്ട്, ഏലക്ക ഉണ്ട്, നെയ്യ് പറഞ്ഞു. അവര് ആലോചിക്കട്ടെ. അതെ, പറയട്ടെ. പിന്നെന്തായിരുന്നു? പിന്നെ എണ്ണ. ഇത്രയും. എണ്ണയും ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല എണ്ണയെല്ലാം സോറി എണ്ണയില്ല, ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ. യെസ്, ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ അല്ല, അതല്ല, ബ്രൗൺ ഷുഗർ, ബ്രൗൺ കളറിലുള്ള ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തു. ഇത് സാധാരണ ശർക്കരയാണ് അത് ചേർക്കുന്നത്. ഞാൻ ഇത് കാഷ്നട്ട് ഇല്ലാതെ പീനട്ടും ശർക്കരയും ബാക്കി ഐറ്റംസ് വെച്ചിട്ട് വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പൊ ശർക്കരയാണ് ഞാൻ ചെയ്യുന്നത്. ജാഗ്രി ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അല്ല, നമ്മൾ പറഞ്ഞു ഇവിടെ കിട്ടിയില്ല. ആയിക്കോട്ടെ, നന്നായിട്ടുണ്ട്. ഡിഷ് ഡെലീഷ്യസ് ആണ്. ബാക്കി നമുക്ക് റിസൾട്ടിൽ കാണാം. ഓക്കെ. വെൽക്കം ബാക്ക് ടു മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. എന്തായാലും നല്ല ആശംസകൾ നേരുന്നു. അപ്പോൾ ബാക്കി 4 പേരുടെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എപ്പോഴും റിസൾട്ട് പറയുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ നാളെ ആയിരിക്കും നമുക്ക് റിസൾട്ട് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് യാത്ര വരേണ്ട സമയമായിരിക്കുകയാണ്. പോയാലോ? അങ്ങനെ അങ്ങ് പോയാലോ? എന്തെങ്കിലും ഡാൻസ് കളിച്ചും ചിരിച്ചും പറിച്ചൊക്കെ അങ്ങ് പോവാന്നേ. ഓരോ ടീമിൽ നിന്ന് അങ്ങനെ അങ്ങ് പോയാലോ? ഒരു ടീമിൽ നിന്ന് ഒരാൾ ഒന്നുമില്ല, സിമ്പിളാണ്. എടാ സിമ്പിളാണ് എന്ന് വെച്ചാ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർക്കും മത്സരിക്കാം. മത്സരം എന്താന്ന് വെച്ചാ നമ്മൾ പാട്ടിട്ട് തരും. പാട്ടിട്ട് തന്നിട്ട് നിങ്ങൾ അതിനൊത്ത്
പാട്ട് എങ്ങനെയാണോ ആ പാട്ടിനനുസരിച്ച് എല്ലാം മറന്നങ്ങ് ഡാൻസ് ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം, രണ്ട് ടീമിലെ ആൾക്കാർ രണ്ട് രീതിയിലാണ് കളിക്കേണ്ടത്. കാരണം നിങ്ങൾ പെയർ ആയിട്ട് കളിക്കാൻ പറ്റില്ല. ബീന ചേച്ചി ആ പാട്ട് കേട്ട് ബീന ചേച്ചിയുടെ ടീമിന് വേണ്ടി വേറെ പെർഫോം ചെയ്യാം. വിഷ്ണു പാട്ട് കേട്ട് വിഷ്ണുവിന്റെ ടീമിന് വേണ്ടി വിഷ്ണു സെപ്പറേറ്റ് പെർഫോം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും പെയർ അല്ല. പേരല്ല അല്ല അങ്ങനെ പോയോടോ അങ്ങനെ അപ്പൊ റെഡിയല്ലേ ബീന ചേച്ചി? റെഡിയല്ലേ? റെഡി. അപ്പോ രണ്ട് ടീമിൽ നിന്ന് 2 പേരാണ് വന്നിരിക്കുന്നത്. നവീനും ബീന ചേച്ചിയുള്ള ടീമിൽ നിന്ന് ബീന ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് ക്രിസ് ആൻഡ് ദിവ്യ, അവിടെ ദിവ്യയാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ചെരുപ്പൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാൻ, ഡാൻസാണ് കളിക്കാൻ പോകുന്നത്. ബസ് ഈ ബസ്സിൽ നിന്ന് അതൊന്നുമില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ബസ് എവിടെയെങ്കിലും മാറ്റി പാർക്ക് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പരസ്പരം കൈകോർത്ത് ഡാൻസ് കളിക്കാനല്ല പറഞ്ഞത്. രണ്ടുപേരും ഇൻഡിവിജ്വൽ രണ്ടുപേരും 2 ടീമിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഒരാൾ കളിക്കുന്ന പോലെ അല്ല അടുത്ത ആൾ കളിക്കേണ്ടത്. റെഡി? പക്ഷെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കും ജോലിയുണ്ട്, ശ്രദ്ധിച്ചു നോക്കാം. ലാസ്റ്റ് പറയണം വിന്നർ ആരാണ്. കോപ്പി അടിക്കണമെങ്കിൽ പറയും. ഡാൻസ് കളിച്ചപ്പോൾ തോന്നിയില്ല, നന്നായിരുന്നു കേട്ടോ. സൂപ്പർ. ഇനിയിപ്പോ അടുത്ത ടീമിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? നിങ്ങളുടെ ടീമിൽ യാണോ ദീപനാണോ വരുന്നത്? അവിടെ നാദരയാണോ വിഷ്ണുവാണോ വരുന്നത്? വിഷ്ണുവാ 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 ഞാൻ എനിക്ക് അവന്റെ എനർജിക്ക് ഇന്ന് വയ്യ. ദീപന് ഓൾറെഡി അറിയാവുന്നല്ലോ ഡാൻസ്. ഇനിയിപ്പോ ദീപന് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്സര ഇല്ല ദീപൻ ചേട്ടൻ ചെയ്യും. ഇല്ല ദീപൻ ചേട്ടൻ ഡാൻസ് അല്ല, ദീപൻ ചേട്ടൻ ഡാൻസ് കാണാനാണ് മലയാളികൾ ദീപ നീ കളിക്ക്, സൂപ്പർ സ്റ്റാർ വരെ പറഞ്ഞല്ല. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ നർത്തകനായ ദീപനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞു, ഇവന്റെ കൂടെ അയാളുടെ കൂടെ അല്ല, ഇവന്റെ കൂടെ ഡാൻസ് അല്ല, സൈക്കിൾ തന്നെയാണ്. ദീപന്റെ സെല്ല് കളിക്കും. എന്ത് സംഭവിക്കും? അത് പോകും. ദീപചേട്ടാ പാൻസിൽ പിടിച്ചു. റെഡി സാർ?
ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല കുട്ടി തരാം. ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല കുട്ടി തരാം. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എനർജറ്റിക് സൂപ്പർ അല്ലേ? എല്ലാരും അടിപൊളി. അല്ല പക്ഷേ ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്. 2-3 പേര് വിന്നർ അല്ലേ? ഒരാളല്ലേ വിന്നർ ആക്കാൻ പറ്റുള്ളൂ. അതെ തീർച്ചയായിട്ടും. ആ, അപ്പൊ അപ്പൊ എന്ത് ചെയ്യും? ദീപൻ ചേട്ടനും അല്ല ഏറ്റവും എനിക്ക് അല്ല, പറഞ്ഞേ വിഷ്ണു എന്താ പറഞ്ഞല്ലോ? ദീപൻ ചേട്ടനും ആ വേറെ ടീംസ് ഉണ്ടായിരുന്നല്ലേ? ആ, നേരത്തെ നമുക്ക് 4 ടീംസ് പെർഫോം ചെയ്തല്ലോ. ആ അതിൽ നിന്ന് 2 ടീമിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരൊന്നും കൂടി മത്സരിക്കട്ടെ. അതാണ് അതിൽ ഏറ്റവും വിഷ്ണുവിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ 2 പേരാരാ? ഒന്ന് എന്റെ ടീം, എന്റെ ഓപ്പോസിറ്റ് കളിച്ച് ദീപൻ ചേട്ടൻ. ദീപൻ ചേട്ടൻ. ഓക്കെ. കുറച്ചുകൂടെ ബീന ചേച്ചിയെക്കാട്ടി കുറച്ചുകൂടെ ദിവ്യ കുറച്ചുകൂടെ കുറെ സ്റ്റെപ്സ് കൂടുതലിട്ട് ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നെങ്കിൽ നമുക്ക് ഇതങ്ങ് പ്രൊസീഡ് ചെയ്യാം. അല്ല അടുത്ത ആളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ആ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് ഡാൻസ് കളിച്ചെങ്കിലും ലിപ് മൂവ്മെന്റ് വെച്ച് അഭിനയിച്ച് കറക്റ്റ് ചെയ്ത് ബീന ചേച്ചിയായിട്ടാ തോന്നിയത്. അയ്യോ. അതാണ് എന്റെ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തത്. അല്ല കളിച്ചില്ലെന്നല്ല, നന്നായിരുന്നു. നല്ല കിടില സ്റ്റെപ്പ് ഒക്കെ ആയിരുന്നു. അല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ ടീമിൽ ഞാൻ അറിയില്ല. അല്ല ഏതായാലും മൊത്തത്തിൽ കണ്ട ഒരു അഭിപ്രായം വെച്ചിട്ട് ബീന ചേച്ചി കളിച്ചത് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഒരു ധമാക്ക പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ദിവ്യച്ചിയുടെ ആയിരുന്നു. കാരണം എനർജി വൈസ് ആ പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദീപനും ദീപയുടെ കളിക്കാൻ. ഇനി കളിക്കാം. ഈ ഭാരത ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ വീരോടും വാശിയോടും കൂടിയ മത്സരമാണ്. നമ്മള് ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ അത് സീരിയസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. നന്നായി പെർഫോം ചെയ്ത ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഡാൻസ് ആണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഒരേ പാട്ടായിരിക്കും. പാട്ട് പല സന്ദർഭങ്ങളായിട്ട് പല തരത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുക. 2 പേരും നോക്കിയല്ല ചെയ്യേണ്ടത്, 2 പേരും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. മീൻസ് നിങ്ങളുടെ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് അല്ല നമുക്ക് വേണ്ടത്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് വേണ്ടത്. അടിച്ചു പൊളിച്ചാൽ കളിക്കുക, അത്രേ ഉള്ളൂ. തുടങ്ങട്ടെ. ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല ബിബി തരാം. അപ്പോൾ ഗംഭീരമായ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ആരാ വിജയ്? ഇതായാലും മിൽമ നൽകുന്ന സമ്മാനമാണ്. 2 പേർക്ക് കൊടുക്കണം അനീഷ. അത് 2 പേർക്ക് കൂടി ഈക്വൽ ആയിട്ട് കൊടുക്കും. എന്തറിയോ, അവളും ഭയങ്കര പവർഫുൾ ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ അവൾക്ക് ഇത്രയും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ കട്ടക്കായിരുന്നു 2 പേരും. ഞാനിപ്പോ ഇങ്ങനെ ഇന്നലെ കണ്ടിട്ട് ഞാൻ കളിക്കുമ്പോ അവളുടെ ഞാൻ നോക്കിയിട്ടില്ല. ഭയങ്കര എനർജി ആയിരുന്നു ദീപന്. 2 പേർക്ക് ഈക്വൽ ആയിട്ട്. മിൽമ ഒരു സമ്മാനം 2 പേരും കൂടെ എടുത്തോട്ടെ. അല്ല അത് ഫസ്റ്റ് കിട്ടുന്ന ആളെ തീരുമാനിച്ചോട്ടെ അല്ലേ? എന്റെ അഭിപ്രായം പറയണമെങ്കിൽ ആ ദീപ നന്നായി കളിച്ചു. ആ
ദിവ്യ നന്നായി. അതൊന്ന് സംസാരിക്കാം. പക്ഷെ ദിവ്യയൊക്കെ നന്നായിട്ട് ദീപം കളിച്ചു, ദീപനേക്കാൾ നന്നായിട്ട് ദിവ്യ കളിച്ചു. അതല്ലേ എന്റെ That is a type position. പറഞ്ഞല്ലേ അല്ലേ? അപ്പൊ അതെ. അങ്ങനെ നോക്കുമ്പോ രണ്ടുപേരും അടുത്തേക്ക് വരിക. നമുക്ക് ഒരു സമ്മാനമേ ഉള്ളൂ. Okay. പക്ഷെ നിങ്ങൾ പങ്കിട്ടെടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. തീർച്ചയായിട്ടും വി ആർ ലൈക്ക് എ ഫാമിലി. വളരെ സന്തോഷത്തോടെ വിൽമയുടെ ഈ സമ്മാനം, സ്നേഹ സമ്മാനം നിങ്ങൾക്കായി. അപ്പൊ ഇനിയുമുണ്ട് വിശേഷങ്ങൾ, വിഭവങ്ങൾ ഒക്കെ. ബാക്കി നാളെ കാണാം. തൽക്കാലം ടാറ്റാ. Ta-ta, bye-bye. Crockery partner Minolta, Asian healthy cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.